ഒരുപാട് നല്ല നല്ല ലക്ഷ്യങ്ങളും പ്രതീക്ഷകളുമായി സ്വപ്നങ്ങളുമായി പറന്നുയർന്ന ആ വിമാനം നമുക്കറിയാം നിമിഷങ്ങളെ കൊണ്ട്, വളരെ സെക്കൻഡുകളെ കൊണ്ട് അതേ വിമാനം തന്നെ തകർന്ന് വീണു എന്ന് പറയുമ്പോൾ ഇപ്പോഴും നമുക്ക് ആ ഒരു രംഗം, ആ വീഡിയോകളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്ത വേദന, ദുഃഖം. അതിൽ മരിച്ചുപോയവരുടെ കുടുംബങ്ങൾക്കൊക്കെ ക്ഷമ നൽകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കൂട്ടത്തിൽ നമുക്കൊരാശ്വാസം ഉള്ളത് നടന്നാണ് ആശുപത്രിയിലേക്ക് പോകുന്നത്. ഒരേ ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഇത്രയും വലിയ വിമാന ദുരന്തത്തിൽ, ഈ വലിയൊരു തീഗോളമായി മാറിയ ഈ ഒരു വിമാന ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു മനുഷ്യൻ. ഏതായാലും അദ്ദേഹം ഇപ്പോൾ ആ ഒരു വാർത്ത കേട്ടപ്പോൾ നമുക്കൊക്കെ സന്തോഷം. ഒരാളെങ്കിലും രക്ഷപ്പെട്ടല്ലോ അല്ലേ? ആ രക്ഷപ്പെട്ട വാർത്ത വലിയ സന്തോഷം. അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മറ്റുള്ളവരും അങ്ങനെ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്ന് നമ്മളെല്ലാം കൊതിക്കുകയായിരുന്നു. പക്ഷേ അവരൊക്കെ പൊലിഞ്ഞുപോയി. അവരുടെയൊക്കെ കുടുംബങ്ങൾക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ, ആ ഹോസ്റ്റലിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും തൊഴിലാളികളൊക്കെ അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. അവർക്കറിയില്ല ഇതെന്താ വരുന്നതെന്ന് അല്ലേ? പെട്ടെന്ന് തന്നെ അപകടത്തിൽപ്പെടുന്നു, പലരും മരിച്ചു പോകുന്നു. അതുപോലെ തന്നെ ശരീരത്തിലൊക്കെ പല പരിക്കുകളൊക്കെ പറ്റി ഹോസ്പിറ്റൽ അഡ്മിറ്റായി കിടക്കുകയാണ്. അവർക്കൊക്കെ പെട്ടെന്ന് ശമനം നൽകി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചവരൊക്കെ വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എന്നും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്.